പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള യോഗം നടന്നു. യു.ഡി.എഫ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. മലയോര സമരജാഥ ഫെബ്രുവരി 1-ാം തീയതിയാണ് കട്ടപ്പനയിലെത്തുക. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരജാഥ ഫെബ്രുവരി 1-ാം തീയതി കട്ടപ്പനയെത്തുമ്പോൾ ഉജ്ജ്വല സ്വീകരണം നൽകാൻ ഒരുങ്ങുകയാണ് യു.ഡി.എഫ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി. സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഇതിന്റെ ഭാഗമായി യോഗം സംഘടിപ്പിച്ചു. എ.ഐ.സി.സി അംഗം അഡ്വക്കേറ്റ് ഇ.എം. അഗസ്ത്യ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷമായി മലയോര കർഷക ജനതയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ താക്കീതായി മലയോര ജാഥ മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. 1000 പേര് 80% നമുക്ക് വിജയിക്കാൻ കഴിയും. 4000 പേരെ 4000 പേര് പങ്കെടുത്തപ്പോൾ മോശമൊന്നും അല്ലായിരുന്നു കേട്ടോ. പലവരും പറഞ്ഞ നല്ല പരിപാടിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്കും ഏറെക്കുറെ ആളുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പ്രോഗ്രാം എന്ന നിലയിൽ നമുക്കൊരു തൃപ്തിയുണ്ടായി. അതിനുശേഷം നമ്മൾ നടത്തുന്ന ആദ്യത്തെ പരിപാടി പ്രതിപക്ഷ നേതാവും ഐക്യ ജനാധിപത്യ മുന്നണിയിലെ നേതാക്കൾ. മണ്ഡലം ചെയർമാൻ സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു. യു.ഡി.എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. കെ.പി.സി.സി സെക്രട്ടറി തോമസ് രാജൻ, യു.ഡി.എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എം.കെ. പുരുഷോത്തമൻ, നേതാക്കളായ അഡ്വക്കേറ്റ് കെ.ജെ. മിന്നി, തോമസ് മൈക്കിൾ, ബീന ടോമി, മനോജ് മുരളി, ഫിലിപ്പ് മലയാറ്റ്, സിനു വാലിമേൽ, ജോയ് കുടക്കച്ചിറ, ജോസ് മുത്തനാട്ട്, ജോയ് ആനിത്തോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.